ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ 3-ാം മാസത്തെ സ്കാനിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ 9:30 നമ്മളോട് ടോക്കൺ എടുക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ശരിക്കും ഷിനാജ് പോയി ടോക്കൺ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, കാരണം ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് 1:30 ശേഷം വന്നാൽ മതിയെന്ന്. ഞങ്ങൾ ഫുള്ള് സെറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. കുപ്പിയും വെള്ളവും എല്ലാ കാര്യങ്ങളും എടുത്ത് അങ്ങനെ പോകുവാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇതറിയുന്നത്. അങ്ങനെ പിന്നെ ടോക്കൺ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. പ്രഗ്നൻസി വീഡിയോ റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഓരോ തിരക്കിൽ അതങ്ങ് മറന്നുപോയി. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ റേഞ്ചിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ ഒരു 8 മണിക്ക് ശേഷമൊക്കെ അപ്ലോഡ് ആവുന്നത്. ഞാൻ ശരിക്കും ഒരു 5 മണിക്കൊക്കെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. പക്ഷേ ഈ റേഞ്ചിൻ്റെ ഇഷ്യൂ കൊണ്ട് നല്ല താമസിച്ചാണ് ഇതൊന്ന് അപ്ലോഡായി വരുന്നത്. നമ്മൾ എത്ര നേരത്തെ എത്തുന്നോ അത്രയും നേരത്തെ ഉള്ള ടോക്കൺ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് സ്കാൻ ചെയ്ത് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഷിനാജാണത് ഓടുവാണ്, നമുക്ക് നേരത്തെ ടോക്കൺ കിട്ടി കാര്യങ്ങളൊക്കെ നടക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവർ 1:30 ശേഷം വരാൻ പറഞ്ഞത്. പിന്നെ വീട്ടിലേക്കുള്ള മീനും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്ത്, കാരണം ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് വന്നാൽ മതിയല്ലോ. ഈ ഒരു ടൈമിൽ ചോറും കറിയൊക്കെ ഞാൻ ഇങ്ങനെ പയ്യെ കഴിച്ചു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ചെമ്മീനും കഷ്ണം മീനൊക്കെയാണ് വാങ്ങിച്ചത്. എനിക്കറിയ ടൈമിൽ ഒരുപാട് ചെമ്മീൻ കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ വല്ലപ്പോഴും ഉള്ളു കേട്ടോ, എപ്പോഴും ഒന്നും അടുപ്പിച്ച് കഴിക്കാറില്ല. പിന്നെ എനിക്ക് ഇവിടുത്തെ സ്റ്റൈൽ കറികളൊന്നും അത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെമ്മീൻ കറി വെച്ചത്. ബാക്കിയൊക്കെ പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ച്. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. ചോറ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പോകാൻ ഇറങ്ങിയത്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതേ ഹോസ്പിറ്റലിൽ പോവാണ്. എന്താ നോക്കുന്നത്? അയ്യോ, 1:30 1:30 അവിടെ എത്താനാണ് പറഞ്ഞത്. ഞങ്ങളുടെ കൂടെ വന്ന കുറേ പേരോട് 1:30 എത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ കറക്റ്റ് 1:30 എത്തേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ 1:30 ഇവിടുന്ന് ഇറങ്ങുന്നു. ഇനി വെള്ളം കുടിച്ച് വയറ് നിറയ്ക്കേണ്ടി വരും. അത് ആലോചിക്കുമ്പോഴാണൊരു ഇത്. എത്ര നിറച്ചാലും അവർ പറയുന്ന അറിഞ്ഞിട്ടില്ല. വെയിലാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വെയിലുമാണ്. ഞങ്ങളെന്തായാലും പോയിട്ട് ബാക്കി വിവരങ്ങൾ തരാം. ഓക്കെ. ചോറ് കഴിച്ചിട്ട് ഇപ്പം ഇറങ്ങിയതുള്ളതുകൊണ്ട് വയറ് നിറഞ്ഞിട്ട് നടക്കാനും മേലെ ശ്വാസം മുട്ടുന്നു. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒന്ന് തിന്നാൻ തുടങ്ങിയത്. വയറ് നിറച്ച ആഹാരമൊക്കെ. അയ്യോ, മുമ്പത്തെ എൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ മേല. എൻ്റെ കയ്യിൽ നമുക്ക് RX പോവാം. അപ്പം ഞങ്ങൾ പോയി വരാം ഗൈസ്. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കരിഞ്ഞു പോണപ്പോൾ വെയില. ഇത് പിന്നെ എൻ്റെ കൂടപ്പുറപ്പ് പോലെ എൻ്റെ കൈ കാണും കുപ്പിയും വെള്ളം. വാ, സ്കാനിങ് എടുക്കുന്നിടത്ത് തിരക്കുണ്ടാന്ന് അറിയത്തില്ല. സ്കാനിങ് എടുക്കുന്ന സ്ഥലത്ത് എൻ്റെ പൊന്നു ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. നിൽക്കാൻ പോലുള്ളൊരു സ്ഥലം നമുക്കില്ലായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് എന്നെ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറ്റിയത്. ഷിനാജ് പുറത്ത് നിൽക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷനോടെയാണ് ഞാൻ സ്കാനിങ്ങിന് കയറിയത്. വേറൊന്നുമല്ല, മെയിൻ സ്കാനിങ് ആണല്ലോ. അപ്പോൾ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. ഫുള്ള് പടച്ചോനെ വിളിച്ചാൽ ഞാൻ അതിൻ്റെ പുറത്ത് നിന്നത്. സ്കാനിങ്ങിന് കയറുന്നവരെ ആ സ്കാനിങ് റൂമിൻ്റെ പുറത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഇരിക്കാനുള്ളൊരു സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ഞാനകത്തും ഷിനാജും പുറത്തും മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഷിനാജിനോട് പറഞ്ഞു, പോയി അവിടെ വല്ല സീറ്റ് ഉണ്ടെങ്കിൽ, അതായത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു പീഡിയാട്രീഷ്യൻ്റെ ഡോക്ടേഴ്സിൻ്റെ റൂം. അവിടെയൊക്കെ നല്ല കാലിയായിട്ട് കിടക്കുമായിരുന്നു. നല്ല കാറ്റും കൊണ്ട് അവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു അവിടെ പോയിരുന്നോ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ്. സ്കാനിങ് കഴിഞ്ഞ് ഇനി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക. കാരണം റിസൾട്ട് കിട്ടാൻ 1 മണിക്കൂർ എടുക്കും. അതിൻ്റെ അകത്തോട്ട് ഫോണൊന്നും കയറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അകത്തത്തെ വീഡിയോ ഒന്നും എടുക്കാൻ. അതുമല്ല, നിറച്ച ആളാണ്, ഭയങ്കര തിരക്ക്. നിന്ന് തിരിയാനുള്ളൊരു സ്ഥലമില്ല അവിടെ. പിന്നെ അവിടെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കുറേ പേർക്ക് കണ്ടുപിടിച്ചു എൻ്റെ ഗർഭം. ഞാൻ പുറത്ത് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോട്ടെ. ഹാർട്ട് ബീറ്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും ഇപ്പോഴത്തേനെക്കാട്ടി. പക്ഷേ ഷിനാജിന് കേൾക്കാൻ പറ്റില്ല, അതാണൊരു സങ്കടം. ഇനി ഡോക്ടറെ റൂമിൽ കയറുമ്പം ഒന്ന് കയറ്റണം. എനിക്ക് തോന്നുന്നു 2ാമത്തെ അപ്പോയിൻമെൻറ്റിന് പോയപ്പോഴത്തേക്കും ഡോക്ടർ എന്നെ ഹാർട്ട് ബീറ്റ് ചെറുതായിട്ട് കേൾപ്പിച്ച് തന്നായിരുന്നു കേട്ടോ. അന്ന് ഷിനാജിന് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞ് ഹസ്ബൻഡ് കൊണ്ട് പുറത്തൊന്ന് കേൾപ്പിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഷിനാജിനെ വിളിച്ച് ഹാർട്ട് ബീറ്റും കേൾപ്പിച്ച് കൊടുത്ത് നമ്മുടെ ബേബി കിടക്കുന്നതും കാണിച്ചു കൊടുത്തു കേട്ടോ. സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷിനാജിനോട് പറയുമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. എന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് താഴത്ത് പോയി. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ജ്യൂസ് കുടിച്ച് പിന്നെ ഒരു മീറ്റർ
റോളും കഴിച്ച്. എനിക്ക് ചെറിയ വിശപ്പുണ്ടായിരുന്നു, അതാണ് പിന്നെ കൂടുതലും പോയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ റിസൾട്ട് കിട്ടിയത്. റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കണമല്ലോ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഷിനാജ് മാറി നിന്ന് ആ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കി. എനിക്കറിയായിരുന്നു ബേബി കിടക്കുന്നതിൽ കാണാൻ പറ്റുമെന്ന്. ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. മാഷാ അല്ലാഹ് അത് കണ്ടപ്പോഴത്തേക്കും എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക് ഷിനാജിനും. ഡോക്ടറിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞെട്ടിത്തരിച്ചു പോയി. ഞങ്ങൾ ആ സ്കാനിങ്ങിൻ്റെ അവിടെ ഉണ്ടായിരുന്ന അത്രയും ജനങ്ങൾ ഡോക്ടറിൻ്റെ റൂമിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു ഇനി വീട്ടിൽ പോക്കില്ല, ടൈം എടുക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. കാരണം ഈ സ്കാനിങ്ങിന് വരുന്നതിൻ്റെ മുമ്പത്തെ ആഴ്ച എനിക്ക് ചെറിയ സൈഡ് വേദന ഉണ്ടായിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വന്നായിരുന്നു. യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കാൻ വന്നപ്പോഴത്തേക്കും ഓൾറെഡി അടുത്ത ചെക്കപ്പ് ഡോക്ടറിൻ്റെ അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട, ഞാൻ നിൻ്റെ ഫയൽ എടുത്ത് വെച്ചേക്കാം, സ്കാനിങ് കഴിഞ്ഞിട്ട് വന്ന് കാണിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കയറി കേട്ടോ, പെട്ടെന്ന് കയറി ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ സൈഡ് വേദനയും ആ ബുദ്ധിമുട്ടൊക്കെ വന്നത് യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവും, നല്ലപോലെ വെള്ളം കുടിച്ചോ, കെയർ ചെയ്തോ, ചൂടല്ലേ, അതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും അതൊക്കെ ഇങ്ങനെ വിയർത്ത് പോവല്ലേ. പിന്നെ വെള്ളം കൂടി അങ്ങ് കഠിനമാക്കി, നല്ല വെള്ളം കുടിയായിരുന്നു. പിന്നെ ഗുളിയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പുള്ള ചെക്കപ്പ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ട് ഇങ്ങനെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്, ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല, ശ്രദ്ധിച്ച് പോയാൽ മതി. പിന്നെ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് 1 മാസം കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, 1 മാസം ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മെഡിസിൻ വാങ്ങുന്ന അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ കസേര മാറിയിരിക്കുമായിരുന്നു കേട്ടോ. ഷിനാജ് തന്നെയാണ് ക്യൂ നിന്ന് മരുന്നൊക്കെ വാങ്ങിക്കുന്നത്, പാവം. അങ്ങനെ കാഷ്വാലിറ്റിയിലോട്ട് വന്നതാണ് കേട്ടോ എനിക്ക് 3-ാം മാസത്തിലെ TD എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. പടച്ചവനോട് ഒരുപാട് നന്ദി പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അത്രയും ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം മതി ഇപ്പം ഈ ഒരു പ്രഗ്നൻസിയിൽ ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട്. അത്രയും ആഗ്രഹിച്ച് കിട്ടിയതുകൊണ്ടാവാം എനിക്കറിയത്തില്ല, ചെറിയൊരു വേദന വന്നാൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയാണ് കേട്ടോ. പിന്നെ എൻ്റെ കെട്ടിയവൻ അത്രയും സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഒരു സമാധാനം. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.